മോട്ടോർ പമ്പ് തകരാറിലായതിനെ തുടർന്ന് കഴിഞ്ഞ 20 ദിവസത്തിലേറെയായി കുടിവെള്ളം ലഭിക്കാതെ ദുരിത ജീവിതം നയിക്കുകയാണ് അട്ടപ്പാടി മേലെമുള്ളിയിലെ 150ഓളം കുടുംബങ്ങൾ. പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ പമ്പ് പ്രവർത്തനരഹിതമായതോടെയാണ് പ്രദേശവാസികൾക്ക് കുടിക്കാൻ പോലും വെള്ളം ലഭിക്കാത്ത സാഹചര്യമുണ്ടായത്. കുടിവെള്ള പ്രശ്നം നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലച്ചതോടെ ഊരിൽ നിന്ന് ഏകദേശം 500 മീറ്റർ അകലെയുള്ള തോട്ടിൽ നിന്നാണ് നിലവിൽ കുടുംബങ്ങൾ വെള്ളം ശേഖരിക്കുന്നത്. ദിവസേന ഇത്രയും ദൂരം നടന്ന് വെള്ളമെത്തിക്കേണ്ട ദുരവസ്ഥയാണ് സ്ത്രീകളും വയോജനങ്ങളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ നേരിടുന്നത്. ശേഖരിച്ച വെള്ളം തലച്ചുമടായും ഓട്ടോറിക്ഷയിലുമാണ് വീടുകളിൽ എത്തിക്കുന്നത്. ഓട്ടോറിക്ഷയിൽ ഒരു കുടം വെള്ളം വീടുകളിലെത്തിക്കാൻ 10 രൂപ ചെലവാകുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഷ്ടപ്പെട്ടത് ആറ്റിലെ തന്മാർഗം ഇതോടെ 6 മാസമൊക്കെ മേലാകും. ഇത് വന്നിട്ട് ഒരു 20-15 നാളാകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പല കുടുംബങ്ങൾക്കും ഈ തുക പോലും കണ്ടെത്താൻ കഴിയാത്തതിനാൽ അവർ തലയിൽ ചുമന്നാണ് വെള്ളം വീടുകളിലെത്തിക്കുന്നത്. അടിസ്ഥാന ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമാക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കുടിവെള്ളക്ഷാമം ശുചിത്വത്തെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ വീടുകളിലെ ശുചിമുറികൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇതുമൂലം പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പുഴയോരങ്ങളും പുറമ്പോക്ക് സ്ഥലങ്ങളുമാണ് പലരും ആശ്രയിക്കുന്നത്. ഇത് പൊതുജനാരോഗ്യത്തിനും ശുചിത്വത്തിനും വലിയ വെല്ലുവിളി ഉയർത്തുന്നതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ കുടിവെള്ളം മുടങ്ങിയിട്ട് 20 ദിവസമായി. ആദ്യം ഒരു പ്രാവശ്യം മോട്ടോർ റിപ്പയറായി കേടാവുകയും അത് പോയി റിപ്പയർ ചെയ്തിട്ട് അത് ഫണ്ട് വെച്ചു പഞ്ചായത്തിൽ. പക്ഷേ അത് ഇതേവരെ പൈസ കിട്ടിയില്ല. വീണ്ടും ഒരു പ്രാവശ്യം റിപ്പയർ ആയിട്ട് അത് വേറൊരു വ്യക്തിയിൽ നിന്ന് TO ഫണ്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു വ്യക്തിയിൽ നിന്ന് കയ്യിൽ നിന്ന് പൈസ എടുത്ത് മുടക്കിയിട്ടാണ് അത് റിപ്പയർ ചെയ്തത്. അത് ചെയ്ത് കൊണ്ടുവന്ന് ഒരു 2-3 മാസം ശരിയായി ഓടി. ഇപ്പോൾ വീണ്ടും പല്ലി കയറി എന്ന് പറഞ്ഞ് വീണ്ടും മൊത്തം അടിച്ചുപോയി. ഇപ്പോൾ 20 ദിവസമാണ് ഞങ്ങൾ കുടിവെള്ളം ഇല്ലാതെ ചുമന്നും പിന്നെ വണ്ടിയിൽ പൈസ കൊടുത്തും. ഒരു കുടം വെള്ളത്തിന് 10 രൂപയാണ്. ഒരു ഓട്ടോയിൽ ചുമന്ന് എടുക്കുകയാണെങ്കിൽ 10 കുടം എടുത്തു പോകാൻ പറ്റും. ആ 10 കുടത്തിന് 100 രൂപ കൊടുക്കണം. അങ്ങനെ ഒരു കുടത്തിന് 10 രൂപ വില വെച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ കുടിവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ITDP ആണെങ്കിലും പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. 6 മാസം മുൻപും സമാനമായ രീതിയിൽ മോട്ടോർ പമ്പ് തകരാറിലായിരുന്നുവെന്നും അന്ന് നാട്ടുകാരുടെ ഇടപെടലിലൂടെ മോട്ടോർ അറ്റകുറ്റപ്പണി നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ അറ്റകുറ്റപ്പണിക്കായി ചെലവഴിച്ച തുക ഇതുവരെ ITDPയിൽ നിന്ന് ലഭിച്ചില്ലെന്നും അവർ ആരോപിക്കുന്നു. ഇതും കുടിവെള്ള പദ്ധതിയുടെ പരിപാലനത്തെ ബാധിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണെന്നാണ് നാട്ടുകാരുടെ വിലയിരുത്തൽ. മേലെമുള്ളി മേഖലയിൽ വിവിധ കുടിവെള്ള പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും അവയൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് ഊരിനിവാസികളുടെ ആരോപണം. നിലവിലെ പ്രതിസന്ധി സംബന്ധിച്ച് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും ITDP ഉദ്യോഗസ്ഥരെയും പലതവണ അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മഴക്കാലമായിട്ടുപോലും ശുദ്ധമായ കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെട്ട് മോട്ടോർ പമ്പ് അറ്റകുറ്റപ്പണി നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് മേലെമുള്ളി നിവാസികളുടെ ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.